എടാ നീ ഇത് എവിടെയായിരുന്നു? ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചോ പറഞ്ഞില്ലേ, ആ പൊട്ടന്മാരൊരു 10 രൂപ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഒരാഴ്ച അങ്ങ് സൂചിച്ചു. എടാ ഇനി അവന്മാർ തേക്ക് കൊട്ടാത്തി മുതലാളി തില്ലുമ്പോൾ അത് നിനക്ക് പണിയാവത്തില്ലേ ഇനി? അങ്ങനെ എനിക്ക് പണിയാവുന്നേ. എടാ അവന്മാർ ഇങ്ങോട്ട് വന്ന് കാശ് കൊണ്ടുവന്നല്ലേ, അത് നിർബന്ധിച്ച്. ഞാൻ ഒരു മുതലാളി തെല്ലുവാണെ ചെല്ലട്ടെ, എനിക്കൊരുത്തരം പേടിയില്ല. സാറേ സാറൊന്ന് നിന്നേ. അയ്യോ നിങ്ങളായിരുന്നു സാറങ്ങോട്ട് ഓടിയത്? എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഓടണം ഡോക്ടർമാര് പറഞ്ഞു. അതിനറിയോ, ഈ മേലരങ്ങാനും നിന്നിട്ടാ വീട്ടിലെ. സാറേ ഞങ്ങൾ തേക്കിന്റെ ബാക്കി കാശ് തരാൻ വേണ്ടി വന്നാ. ബാക്കി കാശോ? ഞങ്ങൾ രാവിലെ തേക്ക് വെട്ടിയായിരുന്നു. എന്നിട്ട് കയറ്റി വിട്ടിട്ട് വരുന്ന വഴി ഇത്. അല്ല, എന്നിട്ട് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ലേ? അവിടെ ഒരു പാവം ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ടു തന്നു. പാവല്ലേ. പിന്നെ സാറേ ബാക്കി 10,000 രൂപ ഉണ്ട്. നമ്മളെ പിള്ളേർ ഇടപാട് തരുന്നു. വലിയ ഉപകാരം. എന്നാടി പറ. നിങ്ങളിത് എവിടെയാ? ഞാനേ ഒരു പണിയുടെ കൂലി വാങ്ങാൻ നിൽക്കുമായിരുന്നു. ഓ, നിങ്ങളാ പറഞ്ഞു വിട്ട കച്ചവടക്കാരില്ലേ, അവരൊന്ന് നമ്മുടെ പറമ്പിലെ മുഴുത്ത തേക്കും വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കർത്താവ്, എന്റെ 2 ലക്ഷത്തിന്റെ ആദായം. മുതലാളിയുടെ 1 ലക്ഷത്തിന് തേക്ക് കാണിച്ചിട്ട് അവൻ നമുക്കൊന്ന് ക്ലാച്ച് ചെയ്തല്ലേ അല്ലേ? അപ്പൊ അവന്റെ 2 ലക്ഷത്തിന്റെ തേക്ക് നമ്മൾ തന്നെ വിൽക്കണ്ടേ? വേണ്ടേ? ഇതൊക്കെയാണ് നമ്മളെ മറ്റേ മുതലാളിയില്ലേ, പുള്ളിക്കുള്ള കമ്മീഷൻ കൊടുക്കണ്ടേ? അത് കൊടുത്തേക്കാം. പറ്റിയല്ലേ ആ 1 ലക്ഷത്തിന്റെ തേക്ക് തരുമോ എന്ന് ചോദിക്കാം. അത് ബിസിനസ്. നമ്മളൊരു സൂക്കിയല്ലേ. അത് പിന്നല്ല.